ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നിങ്ങളെ പരിപാടി എന്താ? ഞാനിതാ ചാലിയത്തേക്ക് പോവാണ്. ഞങ്ങൾ 4 ആൾക്കാരും കൂടിയും ഇക്ക ഉണ്ടായിരുന്നു. ഇക്കാക്കയും വൈഫും പിന്നെ ഞാനും, ഞങ്ങൾ 4 ആൾക്കാരും കൂടിയാണ് പോയത്. ജസ്റ്റ് ഒന്ന് ബീച്ച് വരെ പോയി വരാമെന്ന് വെച്ചു. പിന്നെ 2025 12 മണി ആവുന്ന സമയത്ത് ഞങ്ങൾ ബീച്ചിലാണ്. ആ ഒരു വൈബ് അപ്പോൾ ഒരു രസമല്ലേ, 2025 ആവാൻ നിൽക്കുമ്പോൾ. അപ്പോൾ അവിടെ പടക്കം പൊട്ടലും പിന്നെ ചാലിയം ബീച്ച് ഫുൾ ആൾക്കാരായിരുന്നു. ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെ അല്ല പോയത്, ഞങ്ങളൊരു ഇടവഴി കൂടെ ഒക്കെ അവിടെ എത്തി, ബീച്ചിലെത്തി ലാസ്റ്റ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ആ ബീച്ചിൽ കൂടെ ഇങ്ങനെ നടന്ന് പിന്നെ ഉപ്പിലിട്ടൊക്കെ മേടിച്ച് കഴിച്ച്. ഞാൻ കഴിച്ചില്ല, എനിക്കിപ്പോൾ എന്തായാലും ഇപ്പോഴത്തൊന്നും ഉപ്പിലിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊന്നും നിന്നില്ല. പിന്നെ ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ലുഡോ കളിച്ച്. അങ്ങനെ ലുഡോ കളിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേനും 12 മണിയായി. നമ്മൾ 2025 ഫസ്റ്റ് ഡേ ചാലിയം ബീച്ചിലായിരുന്നു കേട്ടോ. പിന്നെ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഞാൻ 2025 അപ്പോൾ എന്തായാലും പോവുകയാണ് വെച്ചപ്പോൾ ജസ്റ്റ് കുറച്ച് ക്ലിപ്സ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ രാവിലെ ആയപ്പോൾ ഒരു ഗിഫ്റ്റ് സെറ്റ് ഉണ്ടായിരുന്നു. ഇക്ക വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ജേഴ്സിയാണ് കൊടുക്കുന്നത്. അങ്ങനെ ജേഴ്സിയൊക്കെ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ബോക്സിലേക്ക് വെക്കുക. വാപ്പിംഗ് ഷീറ്റായിട്ടൊന്ന് ബോക്സ് കവർ ചെയ്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കാനേ ഉള്ളൂ. അങ്ങനെ കവർ ചെയ്യലും ഒക്കെ കഴിഞ്ഞ് നമ്മളെ ഗിഫ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി വർക്കിന് വന്ന സമയത്ത് കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് ജേർണലിങ് ചെയ്യാമെന്ന് വെച്ച്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും കൂടുതൽ പേരെ വീഡിയോസും കാണുന്നത് ഈ ജേർണലിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഇതൊന്നും ചെയ്ത് വെക്കാൻ. കയ്യിൽ ഒരു സ്റ്റിക്കേഴ്സാ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഉള്ളത് എന്തൊക്കെയോ കയ്യിലെടുത്ത് വെച്ചിട്ട് സ്റ്റിക്കറൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് സെറ്റാക്കി. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനിയും ചെയ്ത് നോക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ കയ്യിലുള്ള ആ സ്റ്റിക്കറുകളൊക്കെ സ്റ്റിക്ക് ചെയ്ത് സെറ്റാക്കി. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാർഡ്സ് എഴുതി കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ലാസ്റ്റ് ലുക്ക് കാണാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.